കണ്ടിന്യൂസ്ലി ഞാൻ എങ്ങനെ 5 തവണ നെറ്റ് ക്രാക്ക് ചെയ്തു. യെസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ഐ ക്രാക്ക് നെറ്റ് ഫോർ 5 ടൈംസ്. അത് 2023 ഡിസംബർ മുതൽ ഈ കഴിഞ്ഞ പരീക്ഷ വരെ 5 നെറ്റ് പരീക്ഷകൾ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, മോസ്റ്റ്ലി ഫോർ റിവ്യൂ പർപ്പസസ്. ഫസ്റ്റ് അറ്റംപ്റ്റ് മുതൽ ഈ അറ്റംപ്റ്റ് വരെ എനിക്ക് ഈസി ആയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്ലിയർ ചെയ്യാനും സാധിച്ചു. 3 സ്റ്റെപ്പുകളാണ് അതിന് പിന്നിലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പേപ്പർ 1. പേപ്പർ 1 ഇസ് വെരി ക്രൂഷ്യൽ ഫോർ ഗെറ്റിംഗ് UGC നെറ്റ് എക്സാം. ഏകദേശം 100 മാർക്കുകളാണ് നിങ്ങൾക്ക് പേപ്പർ 1 കിട്ടുന്നത്. പേപ്പർ 1 10 മൊഡ്യൂളുകൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തിയറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട 4 പേപ്പറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ ബേസിസിൽ ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇഫ് യു ആർ കോൺസ്റ്റൻ്റ്ലി ഇൻ എക്സ്പോഷർ ടു ദീസ് ടോപ്പിക്സ് യു ക്യാൻ ഈസിലി ക്രാക്ക് 43 to 45 ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്. അങ്ങനെ 90 മാർക്കുകൾ നിങ്ങൾക്ക് പേപ്പർ 1 ലഭിക്കും. ആൻഡ് ദ റെസ്റ്റ് 55% മാത്രമേ നമുക്ക് പേപ്പർ 2 നിന്ന് എടുക്കേണ്ടതുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യം പേപ്പർ 1 നമ്മൾ തറവാണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈസി 1/3 മാർക്സ് ആണ്. 100% നിങ്ങൾക്ക് പേപ്പർ 1 ക്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഗസ് വർക്ക് കൊണ്ട് മാത്രം പേപ്പർ 2 നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് പാർട്ട് 2 ഇസ് കൺസിസ്റ്റൻസി. ഒരിക്കലും ഞാൻ ഓവർ ദ നൈറ്റ് ഇരുന്ന് പഠിച്ചല്ല ഈ സാധനങ്ങളൊന്നും നേടുന്നത്. ഐ നെവർ ഗോ ഫോർ കൺവെൻഷണൽ ലേണിംഗ്. മൈ ലേണിംഗ് സ്ട്രാറ്റജി ഈസ് ഫെമിലിയറൈസേഷൻ. നമ്മൾ ഈ ടോപ്പിക്കുകളെ ഓവർ ദ ടൈം ഒരു ലോങ്ങർ പീരീഡിൽ കേട്ട് വായിച്ച് കണ്ട് അപ്ലൈ ചെയ്ത് ഐ ഇൻറ്റേർണലൈസ് ദീസ് ടേംസ്, ഐ ഇൻറ്റേർണലൈസ് ദീസ് കോൺസെപ്റ്റ്സ്. അതുകൊണ്ട് എനിക്ക് ഇൻ ഡെപ്തിൽ ബേസിക്കായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി ഒരു നോളജ് എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു. ആൻഡ് ഫ്രം ദിസ് നോളജ് എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതാണ് റൈറ്റ് ആൻസർ എന്ന് ചൂസ് ചെയ്താൽ മാത്രം മതി. ഐ ഡോണ്ട് ഹാവ് ടു നോ വാട്ട് ഇസ് റൈറ്റ് തിങ്. I just want to have the knowledge to find out which is the right options among these. So familiarization and deep understanding of these subjects is the second key aspect of cracking net continuously. And third, final and most important tool or method is PYQs, previous year questions. അതെ, ഞാൻ ഈ പറഞ്ഞ മോഡൽ പേപ്പർ 1 ലേണിംഗ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലേണിംഗ് ആണെങ്കിൽ പോലും ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഡോണ്ട് ഗോ ത്രൂ എവറി ടോപ്പിക് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ട് എവർ ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദ സിലബസിൽ റിമോട്ടായിട്ട് പോലും മെൻഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും പറ്റി ഡീപ്പ് ലേണിങ്ങിലല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. ഐ ഫോക്കസ് ഓൺലി ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ കീവേഡുകളെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ എന്ത് നടത്തുന്നത്, മെമ്മറൈസേഷൻ ഫെമിലിയറൈസേഷൻ നടത്തുന്നത്. ആൻഡ് ഐ ഡു ഇറ്റ് consistently over time, bit by bit. Rome was not built in a day, and such is your net victory. If you are planning to crack net in June 2026, it is the right time to start. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ സബ്ജക്ട്സിനെ ഫെമിലിയറൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്മാർട്ടായിട്ട് കൂളായിട്ട് ചില്ലായിട്ട് ടൈം സേവ് ചെയ്തുകൊണ്ട് എക്സാം എഴുതിയിട്ട് JRF ഹോൾഡേഴ്സായിട്ട് ഈ ജൂണിൽ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 3 ടിപ്പ് ഫോളോ ചെയ്താൽ മതി. ആൻഡ് ഇഫ് യു വോണ്ട് സംബഡി ടു ഗിവ് യു ദിസ് സപ്പോർട്ട്, വി ആർ ഹിയർ. ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന 7 to 8 ഫാക്കൽറ്റീസ് നയിക്കുന്ന ദിസ് സക്സസ് എൻഷ്യേർഡ് വിക്ടറി ബാച്ച് ജൂൺ 2026 അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് JRF in June 2026, you can always contact us, or you can add your details in the Google form to make sure that your admissions are gone through. ആൻഡ് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും സ്റ്റഡി നോട്ടുകൾക്കും യു ക്യാൻ ജോയിൻ അവർ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഹൂസ് ലിങ്ക് ഈസ് ഓൾസോ പിൻഡ് ഇൻ ദ കമൻറ്റ് ബോക്സ്. സോ ഫോർ മോർ ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ് ആൻഡ് ഗൈഡൻസ് യു ക്യാൻ ഓൾവേസ് കം ടു അസ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആസ്പിറന്റ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ജൂണിൽ JRF നിങ്ങൾക്കുള്ളതാണ്. CC ക്കൊപ്പം.